എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 30-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകൾക്കാണ് വേക്കൻസി ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ സയൻസ് പഠിക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുക, അതുപോലെ തന്നെ കൊമേഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ കോഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ കോഴ്സുകളുടെ ഡീറ്റെയിൽസും ആ ഒരു കോഴ്സിലുള്ള കോമ്പിനേഷൻ ഡീറ്റെയിൽസും ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ മാത്രമുള്ളത് സാധാരണ സയൻസ് ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഒരു സയൻസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി ഫീൽഡിലേക്കാണ് പോകാനായിട്ട് സാധിക്കുക. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മെഡിക്കൽ ഫീൽഡിലൊക്കെ പോകാൻ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിലും പോകാൻ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി എന്നിങ്ങനെയുള്ള സബ്ജക്റ്റുകൾ, അതായത് എന്നിങ്ങനെ സബ്ജക്റ്റ് കോമ്പിനേഷൻ അടങ്ങിയിട്ടുള്ള കോഴ്സുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇങ്ങനെയുള്ള വൊക്കേഷണൽ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിനോടൊപ്പം അഡീഷണൽ ആയിട്ട് മാത്തമാറ്റിക്സ് പഠിക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യം നിങ്ങൾക്ക് സ്കൂളുകളിൽ ലഭ്യമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുള്ള കോമ്പിനേഷൻ എടുക്കുമ്പോൾ നിങ്ങളോട് സ്കൂളിൽ നിന്ന് അവിടെ ആ ഒരു കോഴ്സിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ മാത്തമാറ്റിക്സ് പഠിക്കുന്നുണ്ടോ എന്ന് പറയും. അങ്ങനെയെങ്കിൽ ആ ഒരു മാത്തമാറ്റിക്സ് കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് +2-ന് ശേഷം ഈ ഒരു സാധാരണ +2 ബയോളജി സയൻസ് എടുത്ത വിദ്യാർത്ഥികളുടെ ആ ഒരു സെയിം എലിജിബിലിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുള്ള കോമ്പിനേഷനുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഏകദേശം ടോട്ടലായിട്ട് 43 കോഴ്സാണുള്ളത്. 43 കോഴ്സുകളിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വരുന്ന സാധാരണ ഈ ഒരു സയൻസ് വരുന്നുണ്ട്, അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സയൻസ് വരുന്നുണ്ട്. ഈ ഒരു ബയോളജി സയൻസിൻ്റെ കൂടെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് മാത്തമാറ്റിക്സ് പഠിക്കാനുള്ള സൗകര്യമുണ്ട്, അതുപോലെ തന്നെ കൊമേഴ്സ് വരുന്നുണ്ട്, ഹ്യൂമാനിറ്റീസ് കോഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ ഏതൊരു കോഴ്സ് പഠിക്കുകയാണെങ്കിലും അതിനോടൊപ്പം നിങ്ങൾക്കൊരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള സബ്ജക്റ്റ് കൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു സംരംഭകത്വ വികസനം എന്ന് പറഞ്ഞുള്ള ഒരു സബ്ജക്റ്റ് കൂടി എല്ലാ കോഴ്സിൻ്റെ കൂടിയും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു വേക്കൻസി മനസ്സിലാക്കുക, എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നമുക്ക് വേക്കൻസി പരിശോധിക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വേക്കൻസി നോക്കാതെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാം. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വ്യൂ വേക്കൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലും വേക്കൻസി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള ഈ ഒരു വേക്കൻസിയിലോ അല്ലെങ്കിൽ താഴെയുള്ള ആ ഒരു വേക്കൻസിയിലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് ഇവിടെ വ്യൂ വേക്കൻസി എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇതിലോ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഓരോ സ്കൂളിലെയും വേക്കൻസി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വ്യൂ വേക്കൻസി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. വ്യൂ വേക്കൻസിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ സെലക്ട് ഡിസ്ട്രിക്ട് ഫോർ വ്യൂയിങ് വേക്കൻസീസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ ജില്ലയല്ല, നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ തിരുവനന്തപുരത്തും ആലപ്പുഴ ജില്ലയിലെയും സ്കൂളുകളിൽ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു 2 ജില്ലയും സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ രീതിയിൽ വേക്കൻസി നോക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം ഈ ഒരു തിരുവനന്തപുരം ജില്ലയിൽ എനിക്ക് പോകാൻ പറ്റുന്ന സ്കൂൾ ഏതൊക്കെയാണെന്ന് നോക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ചില സ്കൂളിൽ ചില കോഴ്സുകൾക്ക് 0 വേക്കൻസിയാണ്. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കൂടി വേണമെങ്കിൽ വെക്കാവുന്നതാണ്. കാരണം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്തിയതുമായി ബന്ധപ്പെട്ട് അതിൽ ഇനി നിലവിൽ എത്ര വേക്കൻസി ഉണ്ട് എന്ന് സംബന്ധിച്ചുള്ള ആ ഒരു ലിസ്റ്റ് ഇതിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലിസ്റ്റ് വരുന്ന സമയത്ത് ഇവിടെ 0 വേക്കൻസി എന്നുള്ളത് മാറിയിട്ട് അവിടെ വേക്കൻസി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേക്കൻസി ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതോടൊപ്പം വേക്കൻസിയുള്ള സ്കൂളുകളിലേക്ക് കൂടി നിങ്ങൾ ഓപ്ഷൻ വെക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലയിലേക്ക് കൂടി കൊടുക്കുന്നുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ല സെലക്ട് ചെയ്യുന്നു, ഗെറ്റ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഏതൊക്കെ ജില്ലയിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒരു അപേക്ഷ വഴി തന്നെ നിങ്ങൾക്ക് പല ജില്ലയിലെ സ്കൂളുകളിലേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യപ്രകാരം പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ, അതായത് ഈ ഒരു 4 വീലർ സർവീസ് ടെക്നീഷ്യൻ കോഴ്സിന് ഒരു സീറ്റ് ഉണ്ട്, എന്നാൽ ഞാൻ അവിടെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ വേറൊരു സ്കൂളിൽ കാണാം, ഓട്ടോമോട്ടീവ് എഞ്ചിൻ റിപ്പയർ ടെക്നീഷ്യൻ. അപ്പോൾ ആ ഒരു കോഴ്സ് എനിക്ക് താല്പര്യമുണ്ട്, എന്നാൽ അവിടെ 0 വേക്കൻസി ആണെങ്കിലും ഞാൻ അവിടേക്ക് ഓപ്ഷൻ കൊടുക്കുന്നു. കാരണം അഥവാ വേക്കൻസി വരികയാണെങ്കിൽ അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള, അതായത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന അത്രയും ദൂരത്തിൽ മാത്രമുള്ള സ്കൂളുകൾ ഏതൊക്കെയാണോ അവിടേക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഈ ഒരു വേക്കൻസി നോക്കിയിട്ട് ആദ്യം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകളിലേക്ക് ഓപ്ഷൻ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ രജിസ്റ്റർ ഓപ്ഷൻ കാണാം. നിങ്ങൾ
ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ എടുക്കാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അപേക്ഷിച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്നവർ, അപേക്ഷയിലെ തെറ്റ് കാരണമല്ല എന്നാൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് HSCയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയത് കാരണം VHSCയിലേക്ക് അഡ്മിഷൻ എടുക്കാതെ HSCയിൽ അഡ്മിഷൻ നേടിയവർ എന്നിങ്ങനെ നിങ്ങൾക്ക് വിവിധ കാരണങ്ങൾ കൊണ്ട് HSCയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികൾ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്തുകൊണ്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. എന്നാൽ നിങ്ങൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഇവിടെയുള്ള അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുള്ള ആ ഒരു രജിസ്റ്റർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു രജിസ്റ്റർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷനാണ്. ആദ്യം നിങ്ങൾക്കോ ഒന്നുകിൽ നിങ്ങളുടെ പാരൻറ്റിനോ സ്വന്തമായിട്ട് മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. ആ ഒരു മൊബൈൽ നമ്പറിലാണ് നിങ്ങൾക്ക് OTP, അതുപോലെ തന്നെ മൊബൈൽ നമ്പറിലേക്കാണ് SMS കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ആ ഒരു മൊബൈൽ നമ്പറിലേക്കാണ് ആ ഒരു OTP കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മൊബൈൽ നമ്പറാണ് നിങ്ങളുടെ യൂസർ നെയിമായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ഒരു വാലിഡ് ആയിട്ടുള്ള, അതായത് ആ ഒരു റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കട്ടായി പോകാതെ ഒരു മൊബൈൽ നമ്പർ ആയിരിക്കണം കൊടുക്കേണ്ടത്. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്ത ശേഷം പിന്നീട് കട്ടായി പോകുന്ന നമ്പറൊക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് പറയുന്നത്. കാരണം നമ്പർ നിങ്ങൾക്ക് പിന്നീട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു ആപ്ലിക്കേഷൻ നൽകിയിട്ട് പിന്നീട് അത് അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ പറ്റും. എന്നാൽ ട്രാൻസ്ഫറിനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ പിന്നീട് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നതല്ല എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് നിങ്ങൾ ഒരു കട്ടായി പോവാതെ ഒരു മൊബൈൽ നമ്പർ ആയിരിക്കണം നിങ്ങൾ നൽകേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തേത് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഡിക്ലറേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ഒന്നാമത്തേത് നിങ്ങൾ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് എല്ലാം വായിച്ചിട്ടുണ്ട് എന്നുള്ളതും, അതായത് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാ പ്രോസ്പെക്ടസിലെ ആ ഒരു സർക്കുലർ, അതായത് വിജ്ഞാപനവും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് എന്നാണ് ഒന്നാമത്തെ. രണ്ടാമത്തേത് എന്ന് പറയുന്നത് നിങ്ങൾക്കോ നിങ്ങളുടെ രക്ഷിതാവിനോ സ്വന്തമായിട്ടൊരു മൊബൈൽ നമ്പർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ടിക്ക് ചെയ്യുക. പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ അറിയാത്തവർ സ്വന്തമായിട്ട് അപേക്ഷിച്ച് തെറ്റുകളൊന്നും വരുത്തേണ്ടതില്ല. നിങ്ങൾക്ക് അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഒക്കെ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാറ്റഗറി, കാസ്റ്റ്, റിലീജിയൻ അതുപോലുള്ള കാര്യങ്ങളൊന്നും തെറ്റിയിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. കാരണം ഇനി എഡിറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ലഭ്യമായിരിക്കുന്നതല്ല. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, വീണ്ടും ഒരു തവണ സെയിം മൊബൈൽ നമ്പർ തന്നെ ഒന്നുകൂടി കൊടുക്കണം. പാസ്വേഡ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് പാസ്വേഡ് കൊടുക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ പേരെന്താണോ അതിനോടൊപ്പം നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിൽ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ പേര് എന്ന് പറയുന്നത് ഈ ഒരു അമൽ എന്നാണെങ്കിൽ amal@123 അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു രീതിയിലും ഈ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. പാസ്വേഡ് 2 പ്രാവശ്യം സെയിം പാസ്വേഡ് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നീട് ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിങ്ങനെ ചേഞ്ച് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ ഇവിടെ താഴെയുള്ള ആ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. അപ്പോൾ ആ ഒരു OTP അതായത് മറ്റൊരു പേജിലേക്കാണ് വരിക. അപ്പോൾ ആ ഒരു OTP നിങ്ങളുടെ ഫോണിലേക്ക് വന്ന OTP കൃത്യമായിട്ട് മറ്റൊരു പേജിൽ വരുന്ന ആ ഒരു എൻ്റർ OTP എന്ന് പറഞ്ഞുള്ള ഓപ്ഷനൊക്കെ വരും. അപ്പോൾ അവിടെ കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു OTP നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതോടുകൂടി നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പേജ് വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പാസ്വേഡ് ഓൾറെഡി നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പാസ്വേഡും സെറ്റായി. അതായത് OTP നൽകി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ വരുന്നതാണ്. അപ്പോൾ ഇനി പിന്നീട് ബാക്കിയുള്ള സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുക നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അതിനുശേഷം ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ OTP കറക്റ്റായിട്ട് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ തുടക്കത്തിൽ, അതായത് ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ആ ഒരു കാൻഡിഡേറ്റ് ലോഗിനും അതുപോലെ പാസ്വേഡ് നിങ്ങൾക്ക് ലഭിക്കും. കാൻഡിഡേറ്റ് ലോഗിനല്ല, കാൻഡിഡേറ്റിൻ്റെ ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡ് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറാണ്. അതുപോലെ തന്നെ പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് പാസ്വേഡായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പാസ്വേഡാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു പേജിലേക്ക്, നിങ്ങൾക്ക് ആദ്യത്തെ ഈ ഒരു പേജിലേക്കാണ് വരുന്നതെങ്കിൽ ഈ ഒരു പേജിലേക്ക് വരിക. കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് വരും. അവിടെ നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പേജിൽ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാൻ പറ്റും. അതെന്താണോ അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ചേഞ്ച് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്ന രീതിയിൽ ആ ഒരു ഇംഗ്ലീഷ് സെഷൻ എപ്പോഴാണ് വരുന്നത് ആ ഒരു സമയത്ത് ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ്റെ അതിൽ ക്ലിക്ക് ചെയ്ത് പിന്നീട് വരുന്ന പേജിൽ മൊബൈൽ നമ്പറും അതുപോലെ ആ ഒരു പേജിലും ഇതേ രീതിയിൽ ഇംഗ്ലീഷ് അക്ഷരം കാണാൻ പറ്റും. അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാലിഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വാലിഡേറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെൻഡ് OTP ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ ആ ഒരു OTP കൃത്യമായിട്ട് കൊടുത്ത് പിന്നീട് അടുത്ത പേജിൽ നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ബോക്സ് വരും. അവിടെ നിങ്ങൾ 2 ബോക്സ് ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് പുതിയ പാസ്വേഡ് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് പുതുതായിട്ട് സെറ്റായി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ
പാസ്വേഡ് പുതുതായിട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ നേരത്തെയുള്ള ആ ലോഗിൻ പേജിൽ വരിക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡും കൊടുക്കുക. അതുപോലെ തന്നെ അവിടെ നിങ്ങൾ എന്താണ് ഇംഗ്ലീഷ് അക്ഷരം കാണുന്നത് അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ പ്രൊഫൈൽ പേജ്. അവിടെ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് വരും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യൽ രജിസ്ട്രേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റെപ്പ് 1 എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ സ്കീം, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, രജിസ്ട്രേഷൻ നമ്പർ, നിങ്ങൾ പാസ്സായ വർഷം, പാസ്സായ മാസം, അതുപോലെ നിങ്ങളുടെ ജില്ല ഏതാണ് ആ ഒരു ജില്ല എന്നിവ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള പേജ് വരും. അവിടെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള നിങ്ങളുടെ പേര്, നിങ്ങളുടെ മദറിൻ്റെ പേര്, ഫാദറിൻ്റെ പേര്, ഗാർഡിയൻ്റെ പേര്, അതുപോലെ തന്നെ ജെൻഡർ, അതുപോലെ തന്നെ ജെൻഡർ എന്ന് പറഞ്ഞാൽ അതായത് ജെൻഡർ, അതുപോലെ തന്നെ അതായത് മെയിൽ, ഫീമെയിൽ, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ, ഇതുപോലെ പല ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതാണ് എന്നുള്ളത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കാസ്റ്റ് കാറ്റഗറി ഉണ്ട്, അപ്പോൾ അത് കൃത്യമായിട്ട് കൊടുക്കുക. കാരണം കാസ്റ്റ് കാറ്റഗറി തെറ്റിപ്പോവാറുണ്ട്. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ ജെൻഡർ എന്നുള്ളത് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്ന് മാറിപ്പോയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാൻ റിലീജിയൻ, അതുപോലെ തന്നെ കാസ്റ്റ്, ഇതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചാൻസ് നമ്പർ എന്ന് പറയുന്നത് ഈ വർഷം പാസ്സായവരാണെങ്കിൽ 1 ആയിരിക്കും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ നിങ്ങൾ SSLC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ആണെങ്കിൽ ചാൻസ് നമ്പർ 2 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതാണ് എന്ന്, അതായത് എത്രാമത്തെ ചാൻസ് ആണ് ഈ ഒരു SSLC പാസ്സായതെന്നാണ് ചാൻസ് നമ്പർ കൊണ്ട് ഉദിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചാൻസ് നമ്പർ ഈ ഒരു 1 എന്നാണ് നിങ്ങൾ ആദ്യമായിട്ട് ജയിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ BPL ആണോ അതുപോലെയുള്ള കുറേ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലോക്കൽ ബോഡി, അതായത് ഗ്രാമപഞ്ചായത്താണോ, മുനിസിപ്പാലിറ്റി ആണോ, അല്ലെങ്കിൽ കോർപ്പറേഷൻ ആണോ, ഇതുപോലെ വിവിധ കാര്യങ്ങൾ ചോദിക്കുന്നത്. അതൊന്നും തെറ്റിപ്പോയത്. കാരണം തെറ്റിക്കഴിഞ്ഞാൽ അതിനൊക്കെ ബോണസ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ബോണസ് പോയിൻറ്റ് കിട്ടുന്നത് തെറ്റായിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടാതിരിക്കാനുള്ള സാധ്യതയൊക്കെ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊക്കെ കറക്റ്റായിട്ട് മാത്രം നിങ്ങളുടെ റേഷൻ കാർഡ്, അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ളവരോട് ചോദിക്കുക. കാരണം ഇതൊന്നും തെറ്റിപ്പോകരുത്. കാരണം തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അതൊക്കെ തിരുത്താനായിട്ട്, അതായത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് തിരുത്താനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഞ്ചായത്താണോ, ഗ്രാമപഞ്ചായത്താണോ, മുനിസിപ്പാലിറ്റി ആണോ, താലൂക്ക് ഏതാണ്, ഇതൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. അതുപോലെ സ്വന്തമായിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അക്ഷയയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഒക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം അപേക്ഷിക്കുന്ന സമയത്ത് തെറ്റിപ്പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് ആണ് അടുത്ത 3ാമത്തെ സ്റ്റെപ്പിൽ ചോദിക്കുക. അതൊക്കെ നിങ്ങൾ SSLC ഈ വർഷം പാസ്സായവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡീറ്റെയിൽസ് വരും. അതല്ല നിങ്ങൾ CBSE അല്ലെങ്കിൽ മുൻ വർഷം SSLC പാസ്സായവരൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾ അവിടെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തതായിട്ടുള്ളതാണ് ഓപ്ഷൻസിൻ്റെ പേജിലാണ് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആദ്യം ആഡ് അറ്റ് എന്നുള്ളത് ഓപ്ഷൻ്റെ സ്ഥാനമാണ്. അത് ലാസ്റ്റ് എന്ന് ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാകും, അത് തന്നെ മതിയാകും. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട്, ഏത് ജില്ലയിലെ സ്കൂളിലേക്കാണോ നിങ്ങൾ കൊടുക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഏത് സ്കൂളിലേക്കാണ്, ഏത് കോഴ്സിലേക്കാണ് കൊടുക്കുന്നത് അതനുസരിച്ച് കൊടുത്ത് സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ ഓപ്ഷൻ ആഡ് ചെയ്യുന്നതനുസരിച്ചും അത് താഴെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം ജില്ലയിലേക്ക് വേണമെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓരോ ഓപ്ഷൻ വെക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്കാണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു രീതിയിൽ നിങ്ങൾ നൽകുന്ന ഓപ്ഷൻസ് ഈ ഒരു രീതിയിൽ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഓപ്ഷന് നേരെ തന്നെയായിട്ട് എഡിറ്റ് ഓപ്ഷൻ, അതുപോലെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഇനി അതേസമയം ആ ഒരു ഓപ്ഷനിൽ കൊടുത്ത കോഴ്സാണ് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അവിടെ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് മുഴുവനായിട്ട് ഇവിടെ മുകളിലെ ആ ഒരു ലിസ്റ്റിലേക്ക് വരുന്നതും അവിടെ നിന്ന് നിങ്ങൾക്ക് മാറ്റി കൊടുത്ത് ആഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് അത് ആ ഒരു ഓപ്ഷൻ്റെ സ്ഥാനത്ത് തന്നെ വരുന്നത് ആയിരിക്കും. ഇനി അതിനുശേഷം നിങ്ങൾ അതൊക്കെ കൊടുത്ത ശേഷം സേവിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ബോണസ് പോയിന്റ്, ടൈ ബ്രേക്ക്, ക്ലബ് സർട്ടിഫിക്കറ്റ്, അതുപോലെ LSS, USS, ഇതുപോലെ വിവിധ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇതുപോലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. സേവ് ഓളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റെപ്പ് 6ൽ പ്രിവ്യൂ ആണ്. പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതുവരെ കൊടുത്തിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ആ ഒരു പേജിൽ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഓരോ ഓപ്ഷന് നേരെയും, അതായത് ഓരോ ഓപ്ഷനിലും ഓരോ ഡീറ്റെയിൽസിന് നേരെയും കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് ആണെങ്കിൽ എഡിറ്റ് കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ ഗ്രേഡ് ഡീറ്റെയിൽസ് ആണെങ്കിൽ എഡിറ്റ് ഗ്രേഡ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഓപ്ഷൻസ് ആണെങ്കിൽ എഡിറ്റ് ഓപ്ഷൻസ്, അതുപോലെ തന്നെ ഒരു നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ആണെങ്കിൽ എഡിറ്റ് സർട്ടിഫിക്കറ്റ്സ് എന്നിങ്ങനെ വിവിധ വിവരങ്ങൾ എന്താണോ എഡിറ്റ് ചെയ്യേണ്ടത് അതിന് നേരെയായിട്ടുള്ള എഡിറ്റ് ബട്ടൺ പച്ച കളറിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉൾപ്പെടെ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് പുതിയത് ആഡ് ചെയ്യുകയോ അതല്ല നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി, അതുപോലെ തന്നെ ജെൻഡർ, അതുപോലെ തന്നെ നിങ്ങളുടെ താലൂക്ക്, അതുപോലെ അതിൽ ലോക്കൽ ബോഡി, അതുപോലെ വിവിധ കാര്യങ്ങൾ എന്തെങ്കിലും തിരുത്തണം എന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തിരുത്താനായിട്ട് അതിന് നേരെയുള്ള എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത്, അതായത് കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും അതിൽ ആ ഒരു ഡീറ്റെയിൽസ് വരുന്നത് കാൻഡിഡേറ്റ് ഡീറ്റെയിൽസിലായിരിക്കും. അപ്പോൾ ആ ഒരു എഡിറ്റ് കാൻഡിഡേറ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് അതൊക്കെ എഡിറ്റ് ചെയ്യാം. ഓപ്ഷൻ ആണെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ വിവരങ്ങളും എഡിറ്റ് ചെയ്ത ശേഷം ഫൈനലായിട്ട് ഡിക്ലറേഷൻ ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെയുള്ള ഫൈനൽ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ മുമ്പായിട്ട് ഒരു 2 പ്രാവശ്യം കൂടി കൃത്യമായിട്ട് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടോ, പുതുതായിട്ട് ഏതെങ്കിലും ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടോ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക.
അതുപോലെ നിങ്ങൾ ഒന്നിലധികം അതായത് ഏകദേശം ഒരു മിനിമം ഒരു 5-6 ഒക്കെ ഓപ്ഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്ക് പോയിട്ട് വരാൻ പറ്റുന്ന സ്കൂളുകളിലേക്ക് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവിധ വിവരങ്ങൾ കൊടുത്തു, ഇനി യാതൊരുവിധ എഡിറ്റും ചെയ്യേണ്ടതില്ല എന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രിൻറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആയി എന്ന് മനസ്സിലാക്കാം. അതായത് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആയി എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ പിന്നീട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് പരിശോധിച്ചാൽ മതിയാകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് ചെയ്ത ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുക്കുക. കാരണം അത് അഡ്മിഷൻ ടൈമിൽ ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാസ്റ്റ്, കാറ്റഗറി, അതുപോലെ ജെൻഡർ, അതുപോലെ തന്നെ റിലീജിയൻ, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും തെറ്റിയിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.